അന്ന് നമുക്കറിയാം വളരെയധികം പ്രോബ്ലം, മണ്ഡൽ കമ്മീഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയമാണ്. ഇന്നത്തെ പോലെ മോദി ഭരിക്കുന്ന ഇന്ത്യ അല്ല അന്ന്. അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പ്രോബ്ലം ഉള്ള ഇന്ത്യ രാജ്യത്ത് നമ്മൾ എങ്ങനെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? നമ്മുടെ സംഘടനകളിൽ പലരും കറപ്ഷനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞത്, നിയമത്തെ പറ്റി പ്രശ്നങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം. നിയമം ഇസ് ക്രിയേറ്റഡ് ബൈ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ഒരു തീരുമാനം എടുക്കാനുള്ള സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയാൽ ന്യൂക്ലിയസ് നിയമം മാറ്റിക്കും. എല്ലാം നിങ്ങൾ എടുത്ത് നോക്കൂ. ഡൽഹിയിലെ കുറച്ച് ആൾക്കാരെ തീരുമാനിക്കണം. നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് വിടുന്ന എം പിമാരിൽ എത്ര പേര് നിയമത്തിൽ ചർച്ച ചെയ്യാറുണ്ട്? ലോക്സഭ ടി വിയിൽ നിങ്ങൾ നോക്കിയാൽ ആകെ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്യാറുണ്ട്. ബാക്കിയുള്ളവർക്ക് ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ വോട്ടിന് കൈവക്കാൻ വരും. നിയമനിർമ്മാണ സഭ എന്ന പേര് മാറ്റേണ്ടതാണ്. അവർ ഇപ്പൊ ഒരു ഇലക്ഷൻ ജയിച്ചാൽ അടുത്ത ഇലക്ഷൻ എങ്ങനെ ജയിക്കുന്നതിന് ഇന്നത്തെ പരിപാടി. അല്ലാതെ നിയമം എന്തുണ്ടാക്കുന്നവരോട് ചർച്ച ചെയ്യണം. പല എം പിമാരും എം എൽ എമാരും ചെയ്യുന്ന എക്സിക്യൂട്ടീവ് വർക്കാണ്. ജില്ലാ കളക്ടർമാരും എക്സിക്യൂട്ടീവും ചെയ്യുന്ന പണിയാണ് നിയമനിർമ്മാണ സഭയിലെ ആൾക്കാർ ചെയ്യണം. അവിടെ തീരുമാനം എടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ചുരുക്കം ആൾക്കാർക്ക് നിയമം ഉണ്ടാക്കാനുള്ള പ്രചോദനം ഈ രാജ്യത്തുണ്ടാകും. അതിന് ന്യൂക്ലിയസ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകൾ ഓരോ സ്ഥലത്തുണ്ടായി. ആ ന്യൂക്ലിയസിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ സമൂഹത്തിൽ പരത്തിയാൽ നിയമം വരുന്നത്. അല്ലാതെ വക്കം നിയമം ഉണ്ടായി, ആ നിയമത്തിന് എങ്ങനെയാണ് നമ്മൾ മേടിക്കുന്ന ആവശ്യം? നമ്മൾ ഉണ്ടാക്കിയ നിയമം. അപ്പൊ ആ നിയമം എങ്ങനെ മാറ്റും, ഏത് രീതിയിൽ മാറ്റുന്നതൊക്കെ വക്കീൽ പറയും നമ്മളോട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് അദ്ദേഹം അത് പറയും. അതിനിപ്പോ JPC കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കും. എന്തിനും JPC കിട്ടുമെന്നുള്ള ചർച്ചകളുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ തലത്തിൽ നിയമനിർമ്മാണത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതെടുക്കാനുള്ള വേദി, അതിനുള്ള പ്രഷർ, അത് നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെയൊക്കെ ഡ്യൂട്ടി. പ്രഷർ പൊന്തിക്കണം. കാരണം ജനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഗവൺമെന്റ്, ജനങ്ങളാൽ തെരഞ്ഞെടുപ്പെട്ട ഗവൺമെന്റ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ്, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു. അതാണ് ഡെമോക്രസിയുടെ അർത്ഥം. അപ്പൊ അതിനുള്ളൊരു കൺസെൻസസ് എമംഗ് ദി പീപ്പിൾ ഉണ്ടാക്കണം. അതുണ്ടാക്കി എന്ത് ഇന്ന് BJP ആ അമെന്റ്മെന്റ് എടുത്തു കളഞ്ഞു. അടുത്ത ഇലക്ഷന് കോൺഗ്രസ് വേണമെന്ന വീണ്ടും നിയമം കൊണ്ടുവരും. അപ്പൊ അങ്ങനെ വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാൽ ഈ നാടിനൊരു സംഘർഷം ഉണ്ടാവും. ഇതിനെ ഈ രാജ്യത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കും എന്നുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തിൽ പൊന്തി വരണം. ഒരു പൊതുജന അഭിപ്രായം പൊന്തി വരണം. അതിനാണ് ഇതുപോലെ വേദികളൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഈ വിചാര കേന്ദ്രത്തിൽ ആൾക്ക് പരമായി ഇന്നത്തെ ഭാരവാളി എന്നോട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് CAA എന്നപ്പോൾ നിങ്ങൾ കളിച്ചില്ല? ഭാരതത്തിലെ അഗ്രികൾച്ചർ ലോസ് മാറ്റി BJP വളരെ നല്ല നിയമമുണ്ട്. പക്ഷെ അതിനൊന്നും ഉണ്ടായി. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വിചാരേന്ദ്രം മാത്രമല്ല, ഇതുപോലെ നമ്മുടെ സംഘടനകളും നമ്മുടെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് പൊതുജന അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനം. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിന്നോ RSS അല്ല, ദേശീയവാദികളുടെ നിന്നുണ്ടാവും. ദേശീയവാദികൾ പല പാർട്ടിക്കാരുണ്ട്. ദേശീയവാദികൾ ഉണ്ടാക്കേണ്ടത് ദേശത്തിനെതിരായിട്ടുള്ള നിയമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ദേശീയമായ കാഴ്ചപ്പാടോടുകൂടിയുള്ളൊരു പൊതുജന അഭിപ്രായത്തെ ഉരുത്തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവരും. അത് ഒരുപാട് വേദിയിൽ ആൾക്കാർ കാണുന്നില്ല. കുറച്ച് ആൾക്കാർ മതി അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി. അല്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ മലവെള്ള പാച്ചിൽ പോലെ വെള്ളം വരും, അതങ്ങനെ ഒഴുകി പോകും. പ്രസംഗമൊക്കെ ഗംഭീരമായി എല്ലാവരും കൈയടിച്ച് സുന്ദരമായി ഗംഭീരായി നല്ല പ്രസംഗമാണെന്നൊക്കെ പോലെ പോകുന്നല്ലാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കില്ല. സോ ദ ഒപ്പീനിയൻ ക്രിയേഷൻ മസ്റ്റ് ബി അവർ ഡ്യൂട്ടി. അതിന് ഈ രണ്ടുപേരുടെ ഈ അവതരണം എത്രത്തോളം ഉപയോഗപ്പെടുന്നത് നിങ്ങൾ ഞാൻ എന്റെ അഭിപ്രായത്തിൽ. എന്താണ് ഈ വഖഫ്? അതിന് ഈ മുസ്ലിം നിയമം എങ്ങനെ ഉണ്ടായി? ഹിന്ദു നിയമം ഉണ്ടായ പോലെ മുസ്ലിം നിയമം ഉണ്ടായി. അപ്പൊ നമ്മൾ ഹിന്ദു നിയമങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ അധികം ആൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഹിന്ദു നിയമങ്ങളെയൊക്കെ നമ്മൾ കാടടച്ച് വിമർശിക്കും. സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് കുടുംബത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പല അഭിപ്രായങ്ങളും നമ്മൾ പറയും. അങ്ങനെയൊന്നും ഹിന്ദു നിയമത്തെ വിമർശിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആ നിയമത്തിന്റെ പൂർവപക്ഷവും ഉത്തരപക്ഷവും വാദം ഉണ്ടാവും. അതേ ഋഷി തന്നെ പറയും, ഈ നിയമം ഇന്നത് കൊണ്ട് ഇന്ന കാര്യം ചെയ്യണം, ഈ നിയമം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, അദ്ദേഹം തന്നെ പറയും. എന്നിട്ട് മൂന്നാമത് വീണ്ടും അദ്ദേഹം പറയും, ഈ പൂർവപക്ഷത്തിനെ എന്തുകൊണ്ട് ഞാൻ നിരാകരിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ശരി, എന്നാലേ ഹിന്ദു നിയമമാവുള്ളൂ. ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന നിയമം ലോകത്തൊന്നും വേദനയില്ല. ഇത് ഹിന്ദുക്കളുടെ അടിസ്ഥാനമുള്ള വേദം, വേദത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വേദത്തിന്റെ ഭാഗമാണ് പുരാണങ്ങളും ഉപനിഷത്തുക്കളും. അതിന് ബ്രഹ്മസൂത്രം, ആ ബ്രഹ്മസൂത്രത്തിൽ ഋഷികൾ പറഞ്ഞ വ്യാഖ്യാനം, വ്യാഖ്യാനത്തെ അടുത്ത കാലത്തുള്ള ഋഷികൾ പറഞ്ഞിട്ടുള്ളത്, സന്യാസി പറഞ്ഞ വ്യാഖ്യാനം, ഇതെല്ലാം കൂടെ 10,000 ബുക്കുണ്ട്. ഈ ബുക്കുകളിലൊക്കെ ഇതേപറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരൊന്നും വായു ഡിസ്കസ് ചെയ്യില്ല. അവരെ എതിർത്ത് പറഞ്ഞ ആൾക്കാരുടെ വാദം അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയും. എന്നിട്ട് അവര്
സമർത്ഥിക്കും ഇതാണ് നിയമം എന്നുള്ളത്. അവരോട് വാദിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കും. അവരോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഹിന്ദു നിയമത്തിൽ വിമർശിക്കുന്നവരൊക്കെ ഇത് പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിന് ഇത് പറയണവർക്ക് വിമർശിക്കുന്നവർക്ക് ഇത് രണ്ടും പഠിച്ചില്ല. അതുകൊണ്ട് ഇതിൽ ചർച്ചകൾ അധികം ഉണ്ടാവാറില്ല. നമ്മൾ ഡീപ്പായിട്ട് എനിക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്താണ് പറയാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ എഞ്ചിനീയറാണ് 23 കൊല്ലം പഠിക്കും, ഡോക്ടറാണ് 25 കൊല്ലം പഠിക്കും. പക്ഷെ ഈ പ്രപഞ്ചത്തിന് സെറ്റിയെ പറ്റി നമുക്ക് പറഞ്ഞ ഉടനെ മനസ്സിലാവണമെന്ന് വിചാരിക്കും. അത് പറ്റില്ലല്ലോ. ഇത് ഉപജീവനത്തിനുള്ള പഠിപ്പാണ്. ഇതിന് 23 അല്ല. ഇത് പഠിക്കണമെങ്കിൽ ഇതുപോലെ 23 കൊല്ലം പഠിക്കണം. അതിന് നമ്മൾ ആരും ചെയ്യാറില്ല. പഠിച്ചാലേ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യും പല കാരണങ്ങളും പറഞ്ഞത്. പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല മുസ്ലിം നിയമം. ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഹിന്ദു നിയമം ആദ്യം പറഞ്ഞത്. കാരണം മുസ്ലിം നിയമം ഉണ്ടായത് നമ്മൾ വിചാരിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ മതം മാറ്റി മുസ്ലിം അങ്ങനെയൊന്നുമല്ല. ഈ അറേബ്യയിലെ മെക്കയിലാണ് ഇത് പ്രോഫറ്റ് ജനിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഒന്നും വിമർശിക്കില്ല, അങ്ങനെ വിമർശിക്കാൻ പാടില്ല നമ്മുടെ മതം പറയും. മദീനയിലാണ്, മദീനയും മെക്കയാണ് അവരുടെ മെയിൻ സെന്റർ. മദീന അഗ്രികൾച്ചർ ലാൻഡ്, മെക്ക എന്ന റബ്ബണി. അതിനു മുമ്പ് അവരൊക്കെ അറേബ്യൻ ട്രൈബ്സ് ആയിരുന്നു. ഈ അറേബ്യൻ ട്രൈബ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ലോ ഒന്നുമില്ല. ആ വർഗ്ഗക്കാരുടെ തീരുമാനം വർഗത്തിനനുസരിച്ചാണ് തീരുമാനം. ഒരു വർഗത്തിന്റെ തീരുമാനം ഒരു വർഗത്തിന്റെ തീരുമാനം. ഈ വർഗത്തിലെ ഒരാളെ മറ്റേ വർഗത്തിൽ നിന്ന് ഒരാളെ എന്തെങ്കിലും ചെയ്താൽ കണ്ണിന് കണ്ണ്, കാതിന് കാത്, കയ്യിന് കയ്യിൽ വെട്ടാം. അത് ചിലപ്പോൾ ഈ ചെയ്തവനായിരിക്കില്ല, ആരെ വേണമെങ്കിൽ ചെയ്യാം. ഒരാളെ വെട്ടിയാൽ 10 പേരെ വെട്ടാം. ഇങ്ങനെ ഒരു കാടൻ നിയമം. സ്ത്രീകൾക്ക് ഒരു അവകാശങ്ങളുമില്ല, സ്ത്രീകൾ ഒരു വെൽക്കൽച്ചരല്ല. അങ്ങനെ ഒരു കാടൻ നിയമമുള്ള സമയത്ത് പല സംഘർഷങ്ങൾ ഉണ്ടായ സമയത്താണ് ഈ പ്രോഫറ്റിന്റെ ആവിർഭാവം ഉണ്ടാകുന്നത്. അപ്പോൾ പല അറേബ്യൻ ഗ്രൂപ്പുകൾ, ട്രൈബൽ ഗ്രൂപ്പുകളുടെ തർക്കങ്ങൾ വരുമ്പോൾ അതിൽ മധ്യസ്ഥമായിട്ട് ഇദ്ദേഹം അതിലെല്ലാവരും കേട്ടു. കാരണം ഇദ്ദേഹത്തിന് സമർത്ഥമായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചു ഇദ്ദേഹം അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. സോ അള്ളാഹു ഇദ്ദേഹത്തോട് മാത്രമേ സംസാരിക്കൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അള്ളാഹു പറഞ്ഞിട്ട് പറയാം. അത് എന്തുകൊണ്ട് അത് എങ്ങനെ നല്ല വിശ്വസിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് പല തീരുമാനങ്ങളും ഇദ്ദേഹം എടുത്തത് അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഖുറാനിലുള്ള മുഴുവൻ നമ്മൾ ശ്ലോകം പറയും, അവരെന്തോ പറയുന്നത് അതിലൊക്കെ ഉള്ളത് ഈശ്വരനും മനുഷ്യനും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ എങ്ങനെ ഈശ്വരൻ സാധിക്കാൻ പറ്റും, ഈശ്വരൻ വേണ്ട എങ്ങനെയാണെന്നല്ലാതെ ഒരു സോഷ്യൽ സൊസൈറ്റി ലോ അതിലില്ല. ഞാൻ വായിച്ചു നോക്കി ചില മുസ്ലിം ഗ്രന്ഥകർത്താക്കളെ ബുക്ക് നോക്കിയപ്പോൾ ഒറിജിനൽ ഖുറാനിൽ പ്രോഫറ്റ് പറഞ്ഞ 40 വകുപ്പുകൾ മാത്രമേ അവിടെ നിയമത്തിനെ പറ്റി പറയാം. ആ പല നിയമങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് വരുമ്പോൾ മാറും. ഒരു ഉദാഹരണത്തിന് പറയാം, ഒന്നോടെ ഉദാഹരണം ഒന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ നമ്മൾ ഹിന്ദുക്കൾ മാത്രമേ ദത്തെടുക്കുന്ന സമ്പ്രദായം. ക്രിസ്ത്യൻ ലോലം, ഹിന്ദു ലോലം ഇന്നാവാം, ഇന്ന് വേറെ നിയമപ്രകാരം അതാവാം. പക്ഷെ ഒറിജിനൽ ലോ പ്രകാരം ദത്ത് എന്നുള്ള സമ്പ്രദായം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യൻസും മുസ്ലിംസും ഇല്ല. പക്ഷെ ഈ ദത്ത് സമ്പ്രദായം ഗോത്രവർഗ്ഗങ്ങളുണ്ടായിരുന്നു, അറേബ്യൻ ഗോത്രവർഗ്ഗങ്ങളുണ്ടായിരുന്നു. കുട്ടികളെന്തെങ്കിലും ദത്തെടുക്കാം, അത് വേണ്ടാന്ന് വെച്ചു പ്രോഫറ്റ്. അതുകൊണ്ട് ഇപ്പൊ മുസ്ലിം നിയമത്തിൽ ദത്തെടുക്കലില്ല. അത് എന്തുകൊണ്ട് ദത്തെടുക്കൽ വേണ്ടാന്ന് അദ്ദേഹം നിയമം പറയുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിച്ചത്, അദ്ദേഹം ദത്തുപുത്രൻ സയാദ് എന്നൊരാൾ, അയാളുടെ ഭാര്യയാണ് ഡൈവേഴ്സ് ചെയ്തു. ആ ഡൈവേഴ്സ് ചെയ്ത സ്ത്രീയെ പ്രോഫറ്റ് കല്യാണം കഴിച്ചു. ആ പുത്രൻ മകനെ കല്യാണം കഴിച്ചതാണ് മുമ്പ് പറഞ്ഞ ദത്ത് വേണ്ട. അപ്പൊ ഇയാൾ മകനുണ്ടായിരുന്നു. നമുക്ക് കളിയാക്കാൻ പറ്റില്ല, അദ്ദേഹം നിയമങ്ങൾ ഉണ്ടാക്കുന്ന അധികാരമുണ്ടായിരുന്നു. ഇതുപോലെ സ്ത്രീകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മഹർ കൊടുക്കാൻ വേണ്ട. ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവർക്കൊരു മഹർ കൊടുക്കണം, ഒരു സംഖ്യ കോൺട്രാക്ട്. നീ എന്റെ ഭാര്യയായിരുന്നു, ഇതിന് ഞാൻ തൊക്കെ തന്നിരിക്കണം. ഈ മഹർ കൊണ്ട് ഈ ഗോത്രവർഗ്ഗങ്ങളപ്പോ അച്ഛനാ കൊടുക്കുക. പെൺകുട്ടി അച്ഛനെ പെൺകുട്ടിയെ വിൽക്കുകയാണ്, അതിനുള്ള പൈസയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ മഹർ കൊടുക്കുന്നത് ഇനി ഭാര്യയ്ക്ക് തന്നെയാണോ, അവളെ വാങ്ങണോ, അവൾക്ക് പൈസ കൊടുക്കണം, അച്ഛനെ കൊടുക്കാൻ പറ്റും. ഇതൊരു മാറ്റം അവരൊക്കെ അംഗീകരിക്കണം. അതുപോലെ ഈ ഏതെങ്കിലും സ്ത്രീയെ അനാവശ്യമായിട്ട് അവരുടെ ചാരിത്രത്തിനെതിരെ പറഞ്ഞാൽ അവർക്ക് ശിക്ഷ ഉണ്ട്. ആ നിയമം കൊണ്ടൊരു ബന്ധം സംഭവിച്ചു വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അയച്ചതിനെ പറ്റി വരുന്നത് പറഞ്ഞു അനാവശ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു നീ അടിച്ച് 80 അടി കിട്ടും. ഇങ്ങനെ പല നിയമങ്ങളും സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരും. യഥാർത്ഥ സമയത്താണ് നിയമം. അല്ലാതെ ഹിന്ദു മതത്തിലെ പോലെ ഒരു ക്രോഡീകരിച്ച വാദങ്ങൾ ഉണ്ടായി, ഋഷികൾ തമ്മിലുള്ള വാദങ്ങൾ ഉണ്ടായി, അതിൽ നിന്നൊരു നിയമമല്ല. അതുകൊണ്ട് ഒരു നിയമ ചരിത്രം മുസ്ലിംസിൽ പറയാൻ പറ്റും. 2000 വർഷമായിട്ടുള്ള മതം ഉണ്ടായി. അപ്പൊ അതില് ഈ പ്രോഫറ്റിന്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ അനുയായിയായിട്ടുള്ള ഖാലിഫ് ഹസരത്ത് ഉമർ പറഞ്ഞാൽ അയാൾ കുറച്ച് ഭൂമി കിട്ടി. അയാൾ ഈ മുഹമ്മദ് നബിയോട് പോയി പറഞ്ഞു, എന്റെ ഈ ഭൂമി എനിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വെക്കണം, ഞാൻ എന്തിരിക്കണം. അപ്പൊ പ്രോഫറ്റ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ, അത് ദൈവത്തിന് കൊടുത്തോളൂ, എന്നിട്ട് നീ തന്നെ അത് കൈവശം വെക്കൂ. പക്ഷെ നിനക്ക് ഓണർഷിപ്പ് ഇല്ല. ഇതിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ പാവപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ആദ്യത്തെ വക്കം. അത് കഴിഞ്ഞാൽ പറയേണ്ടത് ഈ പ്രോഫറ്റ് അവരുടെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ വക്കം ഇതും പറയേണ്ടത് അതുപോലെ കാര്യം ഇതിന്റെ ചരിത്രമില്ല. ഈ നിയമം പിന്നീട്
പ്രോഫറ്റ് ഇതിനെ കൂടുതൽ പറഞ്ഞില്ല. അവർ എന്ത് പറയുമ്പോഴും ഖുറാനാണെന്ന് പറയും. ഖുറാൻ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. അതിനുശേഷം പ്രോഫറ്റിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മെയിൻ ശിഷ്യന്മാരായിരുന്ന 4 പേര് 4 വഴിക്ക് മതത്തിനെ കൊണ്ടുപോയി. ചില സമയങ്ങളിൽ ആ രാജ്യത്തിന്റെ ഖാലിഫ്മാരാണ് നിയമമുണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ ഖാലിഫ്മാർക്ക് നിയമമുണ്ടാക്കാൻ അധികാരമില്ല, നിങ്ങൾ മത പണ്ഡിതന്മാരെ ഉണ്ടാക്കുന്ന നിയമം തിരിച്ചെടുത്തു. അങ്ങനെ പലതും വന്നപ്പോൾ ഈ വഖഫിന് ഒരു നിയമം അവരുടെ ഇടയിലുണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെ കോടതികൾ ഇടപെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു. ഈ കോടതികൾ ഇടപെട്ടതിന്റെ രസകരമായ വിശിഷ്ടം എന്താ വെച്ചാൽ മറ്റ് മതസ്ഥരുമായിട്ടായിരുന്നില്ല വഖഫിന് തർക്കം. വഖഫ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഇപ്പോഴത്തെ ഡെഫിനേഷൻ, ഒറിജിനൽ ഡെഫിനേഷൻ, ഒരു മുസ്ലിം അവന്റെ സ്വത്ത് പൊതു നല്ല കാര്യങ്ങൾക്കായി ദൈവത്തിന് സമർപ്പിക്കുക. അവന്റെ ആയിരിക്കണം സ്വത്ത്, ആരുടെ സ്വത്ത് ആവാൻ പാടില്ല, അവൻ സമർപ്പിക്കണം. മുസ്ലിമുകൾ നല്ല കാര്യം എന്ന് പറഞ്ഞ കാര്യത്തോട് സമർപ്പിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം. ഇത് ഒരേ കാലം കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു. കോടതികൾ പറഞ്ഞു ഇത് മുസ്ലിം നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു മുസ്ലിം പറയുകയാണെങ്കിൽ നാളെ പള്ളി കെട്ടിക്കോ, ക്രിസ്ത്യൻ പള്ളി കെട്ടിക്കോ, ഇല്ലെങ്കിൽ അമ്പലം കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അതൊക്കെ പറ്റില്ല. അത് മുസ്ലിമിന് നല്ല കാര്യമല്ല. ഹിന്ദുക്കൾക്ക് ശാന്തത്തിന് സ്ഥലമില്ല, എന്നാൽ അവന് കുറച്ച് സ്ഥലം ഹിന്ദുക്കൾക്ക് തരാം, അത് ഒക്കെ പറ്റില്ല. മുസ്ലിമിന് പറയുന്ന കാര്യങ്ങൾക്ക് വേണം, മുസ്ലിം ആയിരിക്കണം ചെയ്യേണ്ടത്, മുസ്ലിമിന്റെ സ്വത്തായിരിക്കും. ഇങ്ങനെയാണ് നിയമം തുടങ്ങിയത്. അപ്പൊ അതിന് പല ചർച്ചകളും വന്നു. ഒരു മുസ്ലിം അറിയാം, അത് വാക്കാലും ആവാം, എഴുത്തായിട്ടും ആവാം. എഴുത്തിലാകുവാണെങ്കിൽ 100 രൂപ കൂടുതൽ വേണ്ടി രജിസ്ട്രേഷൻ വേണം. അതൊക്കെ നിയമപ്രശ്നം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ അത് എന്ത് പറഞ്ഞു വെച്ചാൽ പലരും എന്റെ ജീവിതകാലം വരെ ഞാൻ ഈ സ്വത്തിനെ എന്റെ കാലശേഷം ഇത് ദൈവത്തിനാണ്. വഖഫിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഡിറ്റൻഷൻ എന്നാണ്. നമ്മളെ സമർപ്പണം ഡെഡിക്കേഷനാണ്. അവർക്ക് ഡെഡിക്കേഷൻ അല്ല ഡിറ്റൻഷൻ. അതായത് നീ ദൈവത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുക. അതിന്റെ അബ്സലൂട്ട് റൈറ്റ് ദൈവത്തിനാണ്, വേറെ ആർക്കുമില്ല. അപ്പൊ ആൾക്കാർ എന്ത് എഴുതിച്ചാൽ എന്റെ കാലം വരെ ഞാൻ തന്നെ അനുഭവിക്കും, എന്റെ കാലത്തിന് ശേഷം ദൈവത്തിനാണ്. അത് വഖഫാണെന്ന് ചർച്ച പറഞ്ഞു. മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു അത് വഖഫാണ്. ചില പണ്ഡിതന്മാരെന്ത് ചോദിച്ചാൽ എന്റെ കാലശേഷം എന്റെ മക്കളെ അനുഭവിക്കും, എന്റെ മക്കളുടെ മക്കളെ ശേഷം അവരനുഭവിക്കും, അങ്ങനെ അനുഭവിച്ച് എന്റെ പരമ്പര ഇല്ലാതാവുമ്പോൾ ദൈവത്തിന് അത് വഖഫാണ്. എന്നിട്ട് അവരെ പല നിയമം ഇങ്ങനെ നിയമം എടുത്തിരിഞ്ഞു വരിക. അവരെ കളിയാക്കി ഇങ്ങനെ വന്നപ്പോ ഒരു പ്രിവി കൗൺസിലുകാരൻ പറഞ്ഞു, ഒരു ജഡ്ജി പറഞ്ഞു അതൊന്നും പറ്റൂല, ഇപ്പൊ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ വഖഫാണ്. നിങ്ങളുടെ കാലശേഷം എന്നൊക്കെ പറയുന്നത് പ്രൈവറ്റ് വഖഫാണ്. ഈ പ്രൈവറ്റ് വഖഫ് വഖഫിൽ കൊടുക്കൂല. അപ്പോ നമ്മളാണ് ഹിന്ദുക്കൾ. ഞാൻ ഇടയിൽ ഇതൊന്ന് വഴിമാറിപ്പോണം. ഹിന്ദുക്കളെ കുറ്റം പറയാൻ എനിക്ക് സമാനമാണ്. എന്താ വെച്ചാല് നമ്മുടെ നിയമങ്ങളെ 1956 മാറ്റി, ആടെ മാറ്റി. ഹിന്ദുക്കളുടെ നിയമത്തിൽ ജനിച്ചാലാണ് അവകാശം, മരിച്ചാലല്ല അവകാശം. ഇപ്പൊ നമുക്ക് മരിച്ചാലും അവകാശം. നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഹിന്ദുമതത്തിന്റെ അതാണ്. നമ്മുടെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് റൈറ്റ് കിട്ടും, അവകാശം. അതിന്റെ സർവൈവർഷിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിമിനും ഡെവല്യൂഷനാണ്, മോള് താഴെ വീണം, മോള് താഴെ പോയാലേ താഴെ കിട്ടും. അല്ലാതെ 56 ഈ ഡെവല്യൂഷൻ കോൺസെപ്റ്റിനെ 56 നിയമത്തിൽ കൊണ്ടുവന്നു. 56 ഹിന്ദു സെക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നു. ആരെതിർത്തു? ആരെങ്കിലും അറിഞ്ഞോ ഇങ്ങനെ നിയമം മാറ്റി എന്നുള്ളത്? ജനിച്ചാൽ അവകാശത്തിന് ചത്താൽ അവകാശം ആക്കി മാറ്റി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ എതിർത്തു? അതാണ് ഹിന്ദുക്കളെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഹിന്ദു മാത്രമേ ഇല്ലാതാക്കി നിയമമുണ്ട്. പക്ഷേ ഈ ഭാരത ഹിന്ദു സമൂഹം അതിന്റെ സ്ഥിരത വഹിച്ചുകൊണ്ട് എതിർത്തില്ല. അതായത് നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. ആര് രാജ്യം ഭരിച്ചാലും ആ രാജാവ് ചെയ്യുന്ന കൊള്ളരുതായ്മക്ക് അനുഭവിക്കും. ഏതെങ്കിലും രാജാവ് കൊള്ളരുതായ്മ കാണിച്ചുകൊണ്ട് രാജാവിനെ കുറിച്ച് പുറത്താക്കി ചരിത്രം ഇന്ത്യയിലുണ്ടാവും. ആ രാജാവ് ഒരിക്കലും അതിനെ അനുഭവിക്കുക, അതിന് അടുത്ത രാജാവ് വരെ മാറ്റി. ഇതുപോലെ നമ്മുടെ 56 നിയമങ്ങൾ ഹിന്ദുക്കളുടെ നിയമം പാടെ. ഹിന്ദുക്കളുടെ കല്യാണ നിയമം മാറ്റി, അഡോപ്ഷൻ നിയമം മാറ്റി, ജീവനാംശ നിയമം മാറ്റി, എല്ലാം മാറ്റി 56. ഒരാളെ എതിർത്തില്ല. എന്തിനാ അവിടെ പറഞ്ഞാല് ഈ പ്രിവി കൗൺസിൽ എപ്പോൾ വിധി 1910 വിധി പറഞ്ഞത്. അതായത് ഒരു മുസ്ലിം അവന്റെ സ്വത്ത് അവന്റെ കാര്യത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് വഖഫല്ല എന്ന് ആര് പറഞ്ഞു? 1910 പ്രിവി കൗൺസിൽ വിധി വന്നത്. അന്ന് ഭാരതത്തിന് അതിനെതിരെ സമരം ചെയ്തു, മുസ്ലിം സമരം ചെയ്തു. അതിന് പിന്നീട് ചീഫ് ഹിദായത്തുള്ള അച്ഛൻ ഹിദായത്തുള്ള ജഡ്ജിയുണ്ട്. ആ ഹിദായത്തുള്ള ആളുടെ ബുക്കിൽ പറഞ്ഞത് there was a storm in India against the decision of പ്രിവി കൗൺസിൽ. കൊടുങ്കാലടിച്ചു എന്നാണ് മുസ്ലിമിന്റെ വാദം. ഇങ്ങനെ നമ്മളൊരിക്കലും കൊടുങ്കാറ്റാവാറില്ല നമ്മുടെ നിയമത്തിനെതിരെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ആദ്യത്തെ നിയമം ഉണ്ടായി, വഖഫ് വാലിഡേഷൻ ആക്ട് 1913. എനിക്ക് തന്ന ഉത്തരവാദിത്തം വാലിഡേഷൻ ചരിത്രം പറയണമെന്നാണ്. ചരിത്രം തുടങ്ങണ്ടേ? 1913 വഖഫ് വാലിഡേഷൻ ആക്ട് ഉണ്ടാക്കിയിട്ട് ആ പ്രിവി കൗൺസിൽ നിയമത്തിനെ ഇല്ലായിരുന്നു. അതായത് സ്വന്തമായിട്ട് ആവാനും പ്രൈവറ്റ് ആയിട്ട് ആവാനും അവസാനം ആവാനും കൊടുത്താൽ മതി, അതുവരെ അവർക്ക് ഉപയോഗിക്കാം എന്നുള്ള വഖഫും വഖഫാണ് എന്ന് വഖഫ് വാലിഡേഷൻ ആക്ട് പ്രകാരം ഉണ്ടായി. ആ നിയമം വന്നപ്പോൾ റിട്രോസ്പെക്ട് ഇഫക്ട് ഉണ്ടായിരുന്നു.
അതിന് ഉണ്ടാകണമല്ലോ, അന്ന് മുതലേ ആ നിയമം വരും. അപ്പൊ അതിനെതിരെ അവർ സമരം ചെയ്തു. അത് പറ്റൂല, അങ്ങനെ പറ്റില്ല. അപ്പൊ അങ്ങനെ സമരം ചെയ്തപ്പോൾ അതും അംഗീകരിച്ചു ബ്രിട്ടീഷുകാർ. പിന്നെ 1930 ഈ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുത്തു. അങ്ങനെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുത്തു. അതിനിടയിൽ എന്ത് വെച്ചില്ല, മെയിൻ തർക്കങ്ങൾ ഹിന്ദുക്കളായിട്ടോ ക്രിസ്ത്യാനായിട്ടോ ഒന്നും ഉണ്ടായില്ല രാജ്യത്ത്. മെയിൻ തർക്കങ്ങൾ മുഴുവൻ മുസ്ലിംസ് തമ്മിലായിരുന്നു. അതിലെ വിഖ്യാതമായ കേസ് നവാബ് നിസാം ഹൈദരാബാദിന്റെയാണ്. അദ്ദേഹം ഒരു ആധാരം എഴുതി വെച്ചു. അത് വക്കമാണ് കൊണ്ട് അവർ പോലും പിടിച്ചു. നിസാം ബാധിച്ചത് വക്കമല്ല. അവസാനം സുപ്രീം കോടതി പറഞ്ഞു നിസാം എഴുതി വെച്ചത് ദൈവത്തിനെല്ലാം കൊണ്ടത്, നല്ല കാര്യങ്ങൾ വേണ്ടി എഴുതി വെച്ചെങ്കിലും അബ്സലൂട്ട് ഓണർഷിപ്പ് ദൈവത്തിന് വരാത്തതുകൊണ്ട് നിസാമിന്റെ ആ ആധാരം വക്കമല്ലാതെ. തർക്കം മുഴുവൻ ആയിരുന്നെങ്കിലായിരുന്നു. ഈ വക്കഫ് ചെയ്ത ഭൂമിയെ മാനേജ് ചെയ്യണവനെ മുത്തവല്ലി എന്നാണ്, വക്കഫ് കൊടുക്കണവനെ വാക്കിഫ് എന്നാണ്. ഈ വാക്കിഫ് മുത്തവല്ലി എന്നുള്ള അടിപൊളി മുത്തവല്ലികൾ മുഴുവൻ കാശ് കടിച്ചു മാറ്റാണ്. അങ്ങനെ മുത്തവല്ലികൾ പൈസ അടിച്ച് അവരുടെ മിസ്അപ്രോപ്രിയേഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോ മുസൽമാൻ വക്കഫ് ആക്ട് കൊണ്ട് നിയമമുണ്ട്. ആ നിയമത്തിൽ ഈ മുത്തവല്ലികൾ കണക്ക് ജില്ലാ ജഡ്ജിയെ ബോധിപ്പിക്കണമെന്നുണ്ട്. ആ ജില്ലാ ജഡ്ജിക്ക് കണക്ക് ബോധിപ്പിച്ചിട്ട് മുസൽമാൻ വക്കഫ് ആക്ട് 1923 അതിനിടയിൽ പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ മുത്തവല്ലികൾ കണക്ക് മുഴുവൻ ജില്ലാ കോടതിയിലെ ജില്ലാ ജഡ്ജിക്ക് അതിന്റെ അക്കൗണ്ടിങ് പ്രോബ്ലം. സോ ഈ നിയമങ്ങളൊക്കെ ചുറ്റി ചെയ്യുന്ന ആ സമയത്ത് വിത്തിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. വേറെ ആരെയും ബാധിക്കുന്നില്ല, വേറെ സമൂഹത്തെ ഒന്നും ബാധിക്കില്ല. കാരണം മുസ്ലിം ആയിരിക്കണം, മുസ്ലിം ദാനം കൊടുക്കണം, മുസ്ലിമിന്റെ പ്രോപ്പർട്ടി ആയിരിക്കണം, അവരുടെ ദൈവത്തിനായിരിക്കണം, ആ ദൈവത്തിനുള്ള ഓണർഷിപ്പ്, അതിന്റെ കാര്യങ്ങൾ മുഴുവൻ പൊതുജന നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഒന്നോ ജീവിതകാലത്തിന് ശേഷം അല്ലെങ്കിൽ ജീവിതകാലത്തിന് ശേഷം, ജീവിത സമയത്ത്. അതായത് മുസ്ലിംസിന് ഒസ്യത്ത് എഴുതാൻ പറ്റില്ല, ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനിക്ക് ഒസ്യത്ത് എഴുതാൻ മുസ്ലിം എഴുതാൻ പറ്റില്ല. മുസ്ലിം എഴുതിയാൽ ആ ഒസ്യത്തെ സംബന്ധിച്ച് മുസ്ലിം മരിച്ച ശേഷം അതിന്റെ അവകാശത്തെ സംബന്ധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ വക്കമാണെങ്കിൽ മുസ്ലിമിന്റെ ഒസ്യത്ത് എഴുതാം എന്നുള്ളൊരു നിയമം അവർ ഈ പല കോടതികളുടെ നിർവചനങ്ങൾ കൊണ്ടും അവരുടെ ബുക്കുകൾ കൊണ്ടും ഉണ്ടായി. ഇങ്ങനെയാണ് അവരുടെ നിയമം ഇങ്ങനെ വന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. 1954 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ 54 ഒരു വക്കഫ് ആക്ട് ഉണ്ടായി. ആ വക്കഫ് ആക്ടില് നമ്മൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഈ നിങ്ങളൊരു വക്കഫ് ഭൂമികൾ ഏതാണെന്നുള്ള ലിസ്റ്റ് ഉണ്ടാകും, ഒരു രജിസ്റ്റർ ഉണ്ടാകും. എന്നിട്ട് ആ വക്കഫ് ഭൂമികളൊക്കെ ഈ വക്കഫ് ബോർഡുകൾ വരണം. ഇതിൽ വേറെ സമൂഹത്തിന്റെ ബാധിക്കൊന്നുമില്ല. എന്നിട്ട് അവര് പറഞ്ഞു ഇതിനൊരു 20 പിന്നീട് പുതിയ വക്കഫ് നിങ്ങൾക്ക് ആഡ് ചെയ്യും. നിങ്ങൾ അങ്ങനെ വക്കഫ് ബോർഡ് ഉണ്ടാക്കിയ വക്കഫ് ബോർഡിൽ ഇല്ലെന്ന ആൾക്കാരൊക്കെ വേണം എന്ന് പറഞ്ഞ് കുറേ നിയമങ്ങൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. ആ നിയമങ്ങളിൽ ചില സ്റ്റേറ്റുകൾക്കൊന്നും ബാധകമല്ല. ഗുജറാത്തിലെ ചില ജില്ലകൾക്ക് ബാധകമല്ല, വെസ്റ്റ് ബംഗാളിന് ബാധകമല്ല, ഉത്തർപ്രദേശിന് ബാധകമല്ല, ബീഹാറിന് ബാധകമല്ല, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് ബാധകമല്ല. ഇങ്ങനെ കുറേ സ്റ്റേറ്റുകളൊക്കെ എക്സംഷൻ കൊടുത്തു. ഇതൊക്കെ പഴയ നിയമങ്ങൾ ഉണ്ടായിരുന്നതിനെ ഇവരെന്ത് ചോദിച്ചാൽ കൊണ്ടുവരുമ്പോൾ അജ്മേർ ദർഗയ്ക്ക് മാത്രം വേറെ നിയമമാണ്, അവർക്ക് ഈ വക്കഫ് നിയമം ബാധകമല്ല, അത് വേറെ നിയമമുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കൊണ്ടുവരുന്നതിന്റെ ഇടയിൽ 1961 തമിഴ്നാട് ഗവൺമെന്റ് നിയമം പാസാക്കി. അവിടെ നിന്നാണ് ഈ കുഴപ്പം തുടങ്ങുന്നത്. അവർ മെഡ്രാസ് അമെന്റ്മെന്റ് വക്കഫ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു മുസ്ലിം തന്നെ ദാനം കൊടുക്കണമെന്നില്ല, മറ്റു മതസ്ഥർക്കും ദാനം കൊടുക്കണം. അപ്പൊ എനി മുസ്ലിം എന്നുള്ളതിനെ അമെന്റ് ചെയ്തിട്ട് എനി പേഴ്സൺ എന്നാക്കി. അപ്പൊ അവർ സുഖമായിട്ട് പറയാതെ നിങ്ങൾക്ക് ദാനം എന്ന് പറയാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പൊ അതിലൊരു ചെറിയ വ്യത്യാസം ഈ വക്കഫും ഇതും തമ്മിലുള്ള എന്താ വെച്ചാല് ഹിന്ദുക്കളുടെ സമർപ്പണം സ്വത്തിനെ ഭഗവാനെ സമർപ്പിക്കാം, പൊതുജനത്തിന് സമർപ്പിക്കാം, പൊതു കാര്യങ്ങൾക്കായിട്ട് സമർപ്പിക്കാം, ഒരു പ്രത്യേക ജാതിക്കോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിനോ സമർപ്പിക്കാം. ഇതൊന്നും വക്കഫിലില്ല. അവിടെ എല്ലാം ദൈവത്തിനാണ് സമർപ്പണം. കാര്യങ്ങൾ ചാരിറ്റി ആയിരിക്കും, പക്ഷെ ഓണർഷിപ്പ് ഗോഡിനാണ്. ക്രിസ്ത്യൻസിനാണ് ഈ ട്രസ്റ്റ് എന്നുള്ള നിയമം. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രസ്റ്റ് എന്നുള്ള നിയമം മുകളിൽ വരുന്നതാണ്, നമുക്കില്ല. ആ ട്രസ്റ്റ് നിയമം സ്വന്തം കുടുംബത്തിനാണ് ഓണർഷിപ്പ്, ട്രസ്റ്റിക്കാണ് ഓണർഷിപ്പ് ആവാം. ഓണർഷിപ്പ് ദൈവത്തിന് പോകണമെന്നില്ല, ദൈവത്തിന് പോവാം, ദൈവത്തിന് പോകണമെന്നില്ല. പക്ഷെ അവിടെ ദൈവത്തിനെ പോകുള്ളൂ. നമ്മളിൽ എന്ത് നല്ല കാര്യത്തിന് വേണമെങ്കിലും ആവാം, അവിടെ മുസ്ലിം നല്ല കാര്യമായിട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് പ്രധാനമായിട്ടും അവർ ഈ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഈ അതുവരെയുള്ള സംശയങ്ങൾ പല സ്റ്റേറ്റുകൾക്കും ബാധകമല്ലാത്ത പല രീതികളുണ്ട്. അതായത് സ്വന്തം കുടുംബത്തിൽ എല്ലാം അനുഭവിക്കാം, അവസാനം മാത്രം ദൈവത്തിന് വരാം, അതുപോലെ തന്നെ വേറെ മതസ്ഥന് കൊടുക്കുന്ന എടുക്കാം, മുസ്ലിം സമൂഹത്തിൻ്റെതായിട്ടുള്ള, അതായത് ആര് കൊടുത്തു എന്നൊന്നും അറിയില്ല, എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പള്ളിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ശ്മശാനങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാവാം,
ഇതിനെ എല്ലാത്തിനെയും വഖഫിന്റെ പരിധിയിൽ അതിന്റെ ഡെഫിനിഷനിൽ കൊണ്ടുവന്നത് 1954 ആക്ട് പ്രകാരം. അത് വന്നതിന് ശേഷമാണ് 63 നിസാമിന്റെ കാര്യം പ്രോപ്പർട്ടി വഖഫല്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഈ 54 ആക്ട് പ്രകാരം വഖഫ് ബോർഡിനെ ഉണ്ടാക്കി. വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്ത് പറഞ്ഞു വെച്ചാൽ to create more positive role in organizing constructive programs and cultural renaissance and finance and education, social and economic empowerment of Muslims. ബാക്കിയൊന്നും വേണ്ടേ? ഇതിനാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. ഇതായിരുന്നു ഒരു ഉദ്ദേശവും. അപ്പൊ അതിലും ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ ബാധകമാക്കി ചില സ്റ്റേറ്റുകളെ മാത്രം ഉണ്ടാക്കി അവര് ഓറൽ ഗിഫ്റ്റ് ആവാമെന്ന് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരത്തിന് ഓറൽ ആണെങ്കിലും ആവാമെന്നുള്ളത്. മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടിന്റെ വില ഉണ്ടായിരുന്നില്ല, ജീവിതകാലം ശേഷമുള്ളതിനെ ആവുന്നു. അങ്ങനെ എല്ലാവരും വലിയൊരു നെറ്റ് വിരിച്ചു കൊടുത്തത് 1954 പക്ഷെ 54 ആക്ട് വന്നപ്പോഴും ബാക്കി സമുദായത്തിന് എഫക്ട് ചെയ്യുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവരെന്ത് ചെയ്തു വെച്ചാൽ ഇതിലൊക്കെ ഈ 54 നിയമമൊക്കെ വന്നാലും ഡിസ്പ്യൂട്ട് മുഴുവൻ അധികവും നടന്നത് അവരുടെ ഇടയിലാണ്. ഈ മുത്തവല്ലികൾക്ക് എന്ത് അധികാരം, മുത്തവല്ലികൾക്ക് പൈസ എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെയാണ്. പാലക്കാടത്തിന് ഏറ്റവും വലിയ കേസ് മഞ്ഞക്കുളം മകളുടെ കേസ് കുറെ കാലം നടന്നു. എനിക്കറിയില്ല അതൊക്കെ അത് മുത്തവല്ലിക്കാണോ അല്ല വഖഫാണോ എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വഖഫാകും. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് അതിനെ നിയന്ത്രിക്കാം. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാതെയും വഖഫായിട്ട് നിലനിൽക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. അത് എളുപ്പത്തിൽ മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, HRNC ബോർഡിൽ വരാത്ത ഹിന്ദു ക്ഷേത്രങ്ങളില്ലേ? എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും HRNC വരാന്നില്ലല്ലോ. അപ്പൊ ഏകദേശം HRNC നിയമം മാറിയാണ് വഖഫ് നിയമം. പക്ഷെ അവിടെ അപകടം എന്താ വെച്ചാല് HRNC നിയമത്തിൽ ഹിന്ദുക്കൾ അവിടെ നേരിട്ട് ഭരിക്കാം, അവിടെ നേരിട്ട് ഭരിക്കാൻ പറ്റില്ല. അതിന് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ, അവരുടെ ഭരണത്തിന് പറ്റി കയറി ഇടപെടാൻ പറ്റും. വഖഫ് ബോർഡിൽ മുസ്ലിംസിനെ പറ്റുള്ളൂ, മുസ്ലിം സംഘങ്ങളെ പാടുള്ളൂ, മുസ്ലിംസാണ് അത് ഭരിക്കേണ്ടത്. ഇവിടെ ആകുമ്പോ ഹിന്ദുക്കളാവണം, ഹിന്ദു വിശ്വാസിയാവണം. വിശ്വാസി അല്ലാത്തവരും അമ്പലം വെച്ച് എന്തായാലും. അപ്പൊ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞു ഭരിക്കാൻ വിശ്വാസമൊന്നും വേണ്ട, പൂജ കഴിക്കാൻ വിശ്വാസം ഈ ഇന്റർപ്രിട്ടേഷൻ ഞാൻ യോജിക്കണില്ല. ഇന്റർപ്രിറ്റ് ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും? 1995 കേരള കൊണ്ട് വിധിയിലാണ് പറഞ്ഞത്. HRNC ബോർഡിൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യണം ട്രസ്റ്റിമാരെ. പാരമ്പര്യേതര ട്രസ്റ്റി ഉള്ളപ്പോൾ അവരാണ് അപ്പോയിന്റ് ചെയ്യണം. പാരമ്പര്യേതര ട്രസ്റ്റി ഹിന്ദു വിശ്വാസി അല്ലാത്തവരെ അപ്പോയിന്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു വിശ്വാസിയാവുന്ന നല്ല ഭരണാധികാരിയെ കൊടുത്തില്ല, വിശ്വാസം ഇല്ലാത്ത നല്ല ഭരണാധികാരി, ഭരിക്കാൻ വേണ്ടത് ഭരണാധികാരിയാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തൊരു ഭരണാധികാരിയാണ്. പക്ഷെ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങളൊക്കെ വിശ്വാസത്തോട് തീരുമാനിച്ചാണ്. നമ്മൾ നമ്മളതിന് അല്ലാതെ സുപ്രീം കൗൺസിലിന്റെ വിധിക്കെതിരെ സമരം ചെയ്തവരെ നമ്മളാരും സമരം ചെയ്തില്ല, നമ്മൾ അതിനെ അറിഞ്ഞു പോലുമില്ല അല്ലേ? ഇതൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായി. അപ്പോഴൊന്നും നിർവികാരനായ ഹിന്ദു ഒന്നും ചെയ്തില്ല, അതിനോട് പറഞ്ഞ കാര്യമല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരുപാട് വിധികളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു 10-15 കൊല്ലമാണ് കേരള ഹൈക്കോടതി കുറച്ച് ഹിന്ദുക്കളുടെ കാര്യമൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ സെക്യുലർ ഹിന്ദു ആയിരുന്നു നമ്മൾ. പക്ഷെ അതുപോലെ ആ ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ്സ് ആക്ട് അതേപോലെയുള്ള ഒരു ആക്ടാണ്. പക്ഷെ അതിന് ഭരണം അവർക്ക് തന്നെയായിരുന്നു. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കുറവായിരുന്നു. ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു, പിന്നെ ഇടപാടില്ല. ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ്സ് അങ്ങനെയല്ല. ഇതിന് ഈ ട്രസ്റ്റി ബോർഡിനെ അപ്പോയിന്റ് ചെയ്താൽ അമ്പലത്തിന്റെ ഭരണങ്ങൾ എത്ര പറയുന്നത് ഗവൺമെന്റ്. അമ്പലത്തിൽ പൂജാരി ഉണ്ട്, അതിനെ പിരിച്ചു വിട്ടു. ആ പിരിച്ചു വിട്ടത് ആരാ ശരിയോ തെറ്റായ തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ഇതങ്ങനെയല്ല, ഇവിടെ കോടതി. അത് ബോർഡ് കഴിഞ്ഞാൽ നേരെ കോടതി വരും, ഗവൺമെന്റ് അധികാരം. HRNC അങ്ങനെയല്ല. HRNC കോടതി എത്തണമെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, കമ്മീഷണർ, ഓംബുഡ്സ്മാൻ, ഗവൺമെന്റ്, അത് കഴിഞ്ഞ് കോടതി. 6ാമത് പ്രൊവിഷനിലെ കോടതി എത്തുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞ ആൾക്കാർ പോയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ബോർഡ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് കോടതിയിൽ മാത്രമേ അധികാരം. അങ്ങനെ നമുക്ക് ഏകദേശം അത് മനസ്സിലാവാൻ, എന്താ നിയമം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത് ഏറ്റവും വലിയൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അമെന്റ്മെന്റ് ഒരു പ്രൊവിഷൻ ഇൻകോർപ്പറേറ്റ് എന്താ വെച്ചാൽ, ഒരു വഖഫ് ചെയ്ത പ്രോപ്പർട്ടി കുറെ കാലം അത് ആരും ഉപയോഗിച്ചില്ല വഖഫിന് വേണ്ടി, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കുറെ കാലം, എന്നാലും അത് വഖഫ് അല്ലാതാവില്ല എന്നൊരു നിയമം. ആ നിയമമായിരിക്കും എനിക്ക് തോന്നുന്നു ഒത്തിരി വളരെ അപകടകരമായിട്ട് നിയമം. കുറെ കാലമായിട്ട് വേറെ ആൾക്കാരെ ഉപയോഗിക്കുന്നതാണ്. പണ്ട് വഖഫായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് പറയാതെ വഖഫാണെന്ന് പറയാം. ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതായിരിക്കും ഇതിനെ എഫക്ട് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഒരു നോൺ യൂസർ വിൽ നോട്ട്
എൻടൈറ്റിൽഡ് ടു ബി വഖഫ് എന്ന് പ്രൊവിഷൻ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു പ്രശ്നം ഒരു ഇതും ആഡ് ചെയ്തു, അതായത് നോൺ മുസ്ലിം എന്തെങ്കിലും വഖഫ് ചെയ്താൽ അയാളുടെ കാലശേഷം അയാളുടെ അവകാശികൾ എതിർത്താൽ അത് വഖഫാവില്ല എന്നൊരു പ്രൊവിഷൻ അതിൽ കൊണ്ടുവന്നു. പിന്നെ മെയിനായിട്ട് റീസൺസ് ഒക്കെ അവർ കൊണ്ടുവന്നതൊക്കെ മൊത്തം ഇയാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 84 നിയമം അമൻഡ് ചെയ്തു. അല്ല 84 അതൊരു മേജർ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് അവര് കമ്മീഷണർ നിയമിച്ചു ഗവൺമെന്റ്. ആ കമ്മീഷണർ ഈ ഏതൊക്കെ ഭൂമികളാണ് ഈ വഖഫിന്റെ എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ആ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കണം. അതിന് ആ കമ്മീഷണർ കോടതി പവറുണ്ട്, ആൾക്കാരെ സമൺ ചെയ്യാൻ വിളിക്കാറുണ്ട്. എന്നിട്ട് അയാൾ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം, ബോർഡിന് കൊടുക്കണം. ഇതാണ് ഈ ഏരിയയിലെ വഖഫ് ഭൂമികളെന്ന് ലിസ്റ്റ് കൊടുക്കണം. അത് ആരുടെയെങ്കിലും ഭൂമിയൊക്കെ എടുക്കാൻ വേണ്ടി അവർക്ക് നോട്ടീസ് കൊടുത്ത് വാദം കേൾക്കണം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ വേണമെങ്കിൽ വഖഫ് ബോർഡ് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താം. എന്നിട്ട് വഖഫ് ബോർഡ് അത് വഖഫ് പ്രോപ്പർട്ടി ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തർക്കം തീരുമാനിക്കാൻ കോടതിക്ക് അധികാരം. ഇതാണ് 84 അവരെ കൊണ്ടുവന്ന അമെന്റ്മെന്റ്. ഈ ഗവൺമെന്റിൽ അതിൽ ഇടപെടാൻ യാതൊരു അധികാരമില്ല. എനിക്ക് തോന്നുന്നു മുനമ്പം എന്നുള്ള ഇഷ്യൂവിൽ ഗവൺമെന്റ് ആരും ഒഴിപ്പിക്കില്ലാതെ കൊണ്ട് എങ്ങനെ ഗവൺമെന്റ് പറയുന്നത് എനിക്കറിയില്ല. കാരണം അത് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് നോട്ടിഫൈ ചെയ്യാൻ ഗവൺമെന്റ് റോളില്ല. സോ എന്നിട്ട് അവരത് വേരി ചെയ്ത് ഗസറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റിപ്പോർട്ട് വീണ്ടും വിളിക്കാം. പക്ഷെ അത് 20 കൊല്ലം വേണം. 20 കൊല്ലം കഴിഞ്ഞാൽ കമ്മീഷൻ വീണ്ടും സെക്കൻഡ് റിപ്പോർട്ട് കൊണ്ടുവരാനുള്ള അമെന്റ്മെന്റ് അവർ കൊണ്ടുപോകും. എന്നിട്ട് വഖഫുകളൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന്. പിന്നെ അവരൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നത് ഈ ഹിന്ദുക്കളുടെ പൊതു പബ്ലിക് ട്രസ്റ്റിനെ സംബന്ധിച്ച് റിലീജിയസ് ട്രസ്റ്റിനെ സംബന്ധിച്ച് കേസ് ഉണ്ടെങ്കിൽ ഒന്നോ അഡ്വക്കേറ്റ് ജനറൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റിന് അനുമതിയോടുകൂടെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കോടതിക്ക് കേസ് കൊടുക്കും. കോടതിയിൽ 2 ആൾക്കാർ കോടതി അനുമതിയോട് കേസ് കൊടുക്കാം. അത് ഇവർക്ക് ബാധകമല്ല എന്നായിരുന്നു സെക്ഷൻ 92 എന്നാണ് ഇവർ പറയുന്നത്, അവർക്കറിയാം CPC-യിൽ. അത് ഇവർക്ക് ബാധകമല്ലാന്നായിരുന്നു. ഇവർ കൊണ്ടുവന്നിട്ട് അതിനെ ബാധകമാക്കിയിട്ട് പറഞ്ഞു കോടതി അനുവാദമല്ല വേണ്ടത്, ബോർഡിന്റെ അനുവാദം നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ കോടതിയുടെ സ്ഥാനത്ത് ബോർഡിനെ കൊണ്ടുവന്നു കേസ് കൊടുക്കാൻ അതിനെ സംബന്ധിച്ച്. പക്ഷെ ബോർഡിന്റെ അനുവാദം അപ്പൊ എല്ലാം ആ ബോർഡിലേക്ക് പവർ കൊടുത്തുള്ള അമെന്റ്മെന്റുകൾ കൊണ്ടുവന്ന. പക്ഷെ ഇതിനിടയിൽ ഒരു സുഖകരമായ സംഭവം വെച്ചാൽ മദ്രാസ് ഹൈക്കോടതി 2008 പറഞ്ഞു ഈ വഖഫ് ഒരു പ്രൈവറ്റ് ആളുടെ പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ അയാളെ നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ ഒന്നും അധികാരമില്ല. അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുത്ത് ഒഴിപ്പിച്ചോ, അയാൾക്ക് നിങ്ങളുടെ ഈ തീരുമാനം ബാധകമല്ല. ഇതാണ് ഒരു പ്രത്യാശ തരുന്നൊരു നിയമം മദ്രാസ് ഹൈക്കോടതി. അങ്ങനെ ഇങ്ങനെ ഈ അൺസർട്ടനിറ്റീസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് 1995 നിയമം അങ്ങനെയാണ് എടുത്ത് മാറ്റി. കംപ്ലീറ്റ് 54 ഞാനീ പറഞ്ഞൊക്കെ വന്നോളൂ ഒക്കെ കഴിഞ്ഞു. 1995 ഒക്കെ ഫാക്ട് കൊണ്ടുവന്നു. അഗൈൻ വിത്ത് വെരി വെരി പവർഫുൾ പൊസിഷൻ വഖഫ് ബോർഡിന്റെ നിയമം, അതിന് പവർ, അതിന് ഫൈനാൻസിങ്, ഇങ്ങനെ എല്ലാം കൊണ്ടുവന്നു. ഇതിലെല്ലാം ഉള്ളത് വഖഫ് കൗൺസിൽ ഉണ്ടാക്കി. വഖഫ് കൗൺസിൽ മുമ്പേ ഉണ്ടെങ്കിൽ അതിന് മിനിസ്റ്ററാണ് ചെയർമാൻ കൊണ്ടുവന്നു. അതിൽ ഈ വഖഫ് ബോർഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഖഫ് ബോർഡ് അതിനെ ഒരു വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ആൻഡ് കൺക്ലൂസീവ് ആണ്, തെളിയിക്കാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ അതിന് പ്രൈവറ്റ് പാർട്ടിക്ക് തർക്കം വന്നാൽ കോടതി കേസിന് പോയി പോകണം, വഖഫ് ട്രൈബ്യൂണൽ വേണം തീരുമാനിക്കാൻ എന്നുള്ള കാര്യങ്ങളും സിവിൽ കോടതി അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇതൊക്കെ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കേണ്ടതാണെന്നുണ്ടാക്കി. വഖഫ് ബോർഡ് എത്ര അംഗങ്ങൾ വേണം തീരുമാനിച്ചു. വഖഫ് ബോർഡിൽ 4 മെമ്പർമാർ, 2 MP-മാർ, 2 MLA-മാർ മുസ്ലിംസ് ആയിരിക്കണം. അതാ MP-മാരും ആരും ജയിച്ചില്ല ആ സ്റ്റേറ്റിലെ MP-മാരായിട്ടോ മുസ്ലിം MLA ആയിട്ട് ജനിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് നല്ലൊരു മുസ്ലിമിനെ അപ്പോയിന്റ് ചെയ്യാൻ പവർ കൊടുത്തു. ഒരു മുത്തവല്ലി ഉണ്ടാവണം, വഖഫ് കമ്മീഷൻ ഉണ്ടാവണം, അവരൊക്കെ ഒരു ബോർഡ് ഉണ്ടാക്കണം എന്നുള്ള റൂൾസ് എല്ലാം അമൻഡ് കൊണ്ടുവന്നു. എന്നിട്ട് എഗെയിൻ അവർക്ക് പറഞ്ഞു ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല. നമുക്കത് ലിമിറ്റേഷൻ ആക്ട് ബാധകം. നമ്മുടെ വസ്തു ഒരാൾ കയ്യേറി 12 കൊല്ലമായിട്ട് ഇരിക്കുകയാണ്, നമ്മൾ ഒഴിപ്പിക്കുകയും നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റില്ല. അവർക്കത് ആ നിയമം കൊണ്ട് എടുത്തു കളഞ്ഞു. ആദ്യം അവർക്ക് അവരുടെ സ്വത്ത് 30 കൊല്ലം ഒരാൾ വേറെ കയ്യേറി കൈവശപ്പെടുത്തിയാൽ പിന്നെ അവർക്ക് ചോദിക്കാൻ പറ്റില്ലാന്നായിരുന്നു. അതിനേക്ക് എടുത്തു കളഞ്ഞു. അതിലേക്ക് എടുത്തു കളഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ലിമിറ്റേഷൻ ആക്ട് അപ്ലിക്കബിൾ അല്ല, നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും ഏത് ഭൂമികളും ചോദിക്കാം. അത് നിങ്ങളുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ വന്ന് 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ചാലഞ്ച് ചെയ്യണം. 1 കൊല്ലം കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് കൺക്ലൂസീവ് ആണെന്ന് പറഞ്ഞു. ഇതാണ് ഏകദേശമുള്ള ഈ വഖഫ് നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിന്റെ ചരിത്രം. ഇതിലെങ്ങനെ നമ്മളെ ബാധിക്കണം, എങ്ങനെ ഇപ്പോഴത്തെ അമെന്റ്മെന്റ്സ് കൊണ്ടുവരുന്നു. BJP ഗവൺമെന്റ് അതിനെ അമെന്റ് ചെയ്യാൻ പോകും. അമെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പ് എന്തുകൊണ്ട്, അത് അമെന്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഈ മുനമ്പത്ത് ഉണ്ടാകുന്ന പ്രശ്നം, പാലക്കാട് പല സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് വക്കീല് പറയും. ഇതൊക്കെ എന്റെ കൺക്ലൂഷൻ എന്താ വെച്ചാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എതിർക്കാറില്ല.
അത് നമ്മളെ ബാധിക്കുന്ന നിയമമാണെങ്കിലും എതിർക്കില്ല, വേറെ ആളെ ബാധിക്കുന്ന നിയമമാണെങ്കിലും എതിർക്കില്ല. ഇതൊരു സ്വഭാവമാണ്. പൊതുജനത്തിനെ ഞാൻ കുറ്റം പറയില്ല. ഞങ്ങൾ ഉദാഹരണം വക്കീൽ വരുന്നത് ഞങ്ങളും അങ്ങനെയാണ്. ഞങ്ങൾക്കൊരു നിയമം ഉണ്ടാക്കി, കോടതിയിലാണല്ലോ വാദമൊക്കെ കേൾക്കേണ്ടത്. കേരള ഹൈക്കോടതിയിൽ നിയമം ഉണ്ടാക്കി. ഇനി വക്കീലുമാരുടെ കേസുകളൊക്കെ ജൂനിയർ സൂപ്രണ്ട് മുമ്പിൽ വിളിക്കും. ജൂനിയർ സൂപ്രണ്ട് ക്ലർക്കാൻ മേലെ എല്ലാവരും ഒന്നുമില്ല. കോടതിയിൽ ഫസ്റ്റ് ഡേ കേസ് വരുമ്പോഴേ ജഡ്ജി കേൾക്കുള്ളൂ, പിന്നെ തെളിവ് എടുക്കുമ്പോഴേ കേൾക്കുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ മുഴുവൻ ജൂനിയർ സൂപ്രണ്ട് മുമ്പിൽ വക്കീൽമാർ പോയി ഹാജരായിക്കോളും. അപ്പൊ എല്ലാ വക്കീൽമാരും ജൂനിയർ സൂപ്രണ്ട് മുമ്പിൽ അവർ പോയി നിൽക്കണം. ഇതാണ് നിയമം. ഈ നിയമം ഉണ്ടാക്കാൻ മുമ്പ് ഹൈക്കോടതി എല്ലാ വക്കീലുമാർക്കും അയച്ചു കൊടുത്തിട്ട് ഇത് ആരെങ്കിലും എതിർപ്പുണ്ടോ ചോദിച്ചു. അവർ 3 കൊല്ലം കഥയെടുത്തു. ഒരു വക്കീലത് പക്ഷേ ഞങ്ങൾ ആരും എതിർത്തില്ല, ഞങ്ങളതിനെ കണക്കാക്കി പോലുമില്ല. ഞങ്ങളെങ്ങനെ ബാധിക്കാൻ പോകുന്നു അത് നടപ്പിലാക്കിയപ്പോൾ ഞങ്ങൾ സ്ഥലപ്പെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ നിയമം പറ്റില്ല, ഞങ്ങൾ CMO അടുത്ത് പോയില്ല, അത് ഞങ്ങൾക്ക് അപമാനമാണ്, ഇതെങ്ങനെ CMO തീരുമാനിക്കും, അയാൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ, ഞങ്ങൾ കുറെ ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം ഒന്നും ഉത്തരം പറയാൻ ഹൈക്കോടതിക്ക് പറ്റില്ല. അവരുടെ തിരിച്ചു ചോദിച്ചു, ഇതൊക്കെ പറയാൻ നിങ്ങൾക്കൊരു അവസരം തന്നില്ലേ, 3 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു. ഇത് നമ്മുടെ ജന്മാനുള്ള സ്വഭാവമാണ്. നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ ചർച്ച ചെയ്യുകയോ അതിനെ എതിർക്കുകയോ ഒന്നും ചെയ്യില്ല. നിയമം ഉണ്ടാക്കിയ ശേഷം അതാണ് തേങ്കടിച്ച് പറഞ്ഞത്, ന്യൂക്ലിയസ് ആണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ന്യൂക്ലിയസിനെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനുള്ള പബ്ലിക് കോൺസെൻസസ് രാജ്യത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ നിയമങ്ങൾ തിരിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നിയമങ്ങൾ തിരിഞ്ഞില്ല. ഒരുപാട് നിയമങ്ങൾ അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള അധിക നിയമങ്ങൾ മിസ്യൂസ്ഡാണ്. പക്ഷെ മിസ്യൂസ് ചെയ്തുവെന്ന് കണ്ടുപിടിക്കാൻ 25 കൊല്ലം. സ്ത്രീകൾ വക്കീലല്ല, അവർക്ക് എന്നോട് ഞാൻ പറഞ്ഞ ദേഷ്യം വരുന്നത്. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കണമെന്നൊരു സെക്ഷൻ ഉണ്ട് 498A. അത് 98 കൊണ്ടുവന്നതാണ് അല്ലേ, 98ലാണ് അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. 2002 കൊണ്ട് സുപ്രീം കോടതി പറയുന്നത് ഇത് മിസ്യൂസ്ഡ് ആക്ട് ആണ്, ഈ സെക്ഷൻ മിസ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ആ സെക്ഷന് കേസെടുക്കുമ്പോൾ മുൻകൂർ ജാമ്യം ഓടണം, ഇല്ലെങ്കിൽ കുടുംബത്തെ എല്ലാവരും ജയിലുണ്ടായിരിക്കും. കേസ് കൊടുക്കുന്നത് 15 വർഷത്തിലായിരിക്കും. എത്ര അനുഭവിച്ചിട്ട് വക്കീൽമാരെ കക്ഷിയാണ്. 2002 സുപ്രീം കോടതി പറഞ്ഞു ഈ 498 സെക്ഷൻ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനൊരു കാരണം പറഞ്ഞു, ഇത് മുഴുവൻ കള്ളക്കേസുകളാണ്, ഇത് മിസ്യൂസ് സെക്ഷനാണ്. അതുകൊണ്ട് അവരെന്നെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞത് അവരധികാരം പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ആ സെക്ഷൻ വന്നാൽ പ്രധാന കുറ്റവാളികൾ സംസാരിക്കണം, എന്നിട്ട് ചെയ്യാൻ പാടുന്നു പറഞ്ഞു. അതൊക്കെ അവരുടെ അധികാരം വെച്ച് പറഞ്ഞു. പക്ഷെ എന്താ കാരണം വെച്ചാൽ ഈ മിസ്യൂസ്ഡ് ആണ് പല സെക്ഷൻസും. ഇത് അറിയാൻ കുറെ ഗുണങ്ങൾ. അത് തന്നെയാണ് വഖഫ് ആക്ടിലെ അമെന്റ്മെന്റ് വരാൻ പോകുന്നത്. കാരണം ലിസ്റ്റ് ഉണ്ടാക്കാൻ, വഖഫിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ 1954 ആക്ട് പറഞ്ഞു. എന്റെ ചോദ്യം, 54 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ 54 ശേഷം ഉണ്ടായ വഖഫിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. 54 നിങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞു വഖഫ് ബോർഡിനോട് നിങ്ങൾ ഇതിന് ലിസ്റ്റ് ഉണ്ടാക്കും. അവർ ലിസ്റ്റ് ഉണ്ടാക്കിയില്ല ആക്കിയില്ലല്ലോ, അവർ ലിസ്റ്റ് ഉണ്ടാക്കി, ലിസ്റ്റ് മൈൻഡിലായിരുന്നു. ഇനി ഇപ്പൊ നിങ്ങൾ ആദ്യം പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഞാൻ 54 ശേഷമുള്ള വഖഫ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിനുശേഷം വഖഫ് കൊടുക്കാൻ ആൾക്കാർക്ക്. അതെങ്ങനെ പിന്നെ 54 മുമ്പുള്ള ലിസ്റ്റ് ഉണ്ടാക്കും? പക്ഷെ ഇതിനാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ തീർക്കണ്ടേ, അത് എതിർത്തില്ല. ഇത് നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവം. സമൂഹത്തിന്റെ സ്വഭാവം മാറാതെ ഇതൊന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അവർക്ക് ഇത് വേണമെങ്കിൽ അമന്റ് ചെയ്ത് കളയപ്പെട്ടെ. പക്ഷെ സമൂഹത്തിന്റെ നിന്നും ഈ നിയമം, ഇതുപോലെ നിയമങ്ങൾക്കും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് ഇന്ത്യ നിയമം ഉണ്ടാക്കുന്ന നിയമത്തിന്മാരുടെ ഉണ്ടാവും. അത് വാലിഡാണെന്ന് തോന്നാം. അതിന് നമുക്ക് ഇതുപോലെ പ്രോഗ്രാംസ് വെച്ച് അവയർനെസ് കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പല വിചാരകേന്ദ്രം പാലക്കാട് ഘടകം ഉദ്ദേശിച്ച് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്റെ ഈ ചെറിയ ഒരു അനാലിസിസ് ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പല വിചാരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകി വളർത്തിവെച്ച നമ്മുടെ പൂജനീയ പരമേശ്വരിയെ നമ്മൾ സ്മരിച്ചുകൊണ്ട്